ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. 2026 മെയ് 24 മുതൽ 30 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, ഇടവം 10 മുതൽ 16 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും ധനസ്ഥാനത്ത് രവിയും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ ബുധനും സഹോദരസ്ഥാനത്ത് ഗുരുശുക്രന്മാരും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസം ഉണ്ടാകും. ധനപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. സഞ്ചാര തടസ്സം, ശത്രുനാശം, മൃഷ്ടാന്നലാഭം എന്നിവ ഉണ്ടാകാം. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. കാര്യതടസ്സവും ഉഷ്ണരോഗങ്ങളും ഉണ്ടാകാനിടയുണ്ട്. വാക്കുകൾ ശ്രദ്ധേയമാകും. കാര്യതടസ്സവും രോഗവർദ്ധനവും പ്രതീക്ഷിക്കാം. ഐശ്വര്യവും ആജ്ഞാശക്തിയും വർദ്ധിക്കും. ഭാര്യാപുത്രാദികൾക്ക് രോഗാരിഷ്ടതകൾ ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ആദിത്യനും ജന്മത്തിലും ധനസ്ഥാനത്തുമായി ബുധനും ധനസ്ഥാനത്ത് ശുക്രനും വ്യാഴവും ലാഭസ്ഥാനത്ത് ശനിയും വ്യയസ്ഥാനത്ത് ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. ദാമ്പത്യ സൗഖ്യവും സൽകീർത്തിയും ഉണ്ടാകും. ധനധാന്യ സമൃദ്ധിയും പലവിധ സുഖങ്ങളും ലഭിക്കും. കുടുംബസുഖം, ശത്രുനാശം എന്നിവ പ്രതീക്ഷിക്കാം. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. ജീവിത പങ്കാളിക്ക് വേണ്ടി പണം വ്യയം ചെയ്യേണ്ടതായി വന്നേക്കാം. ഭയം, സഞ്ചാര തടസ്സം, ശത്രുനാശം, ശയനസുഖം എന്നിവയ്ക്ക് സാധ്യത. മനപ്രയാസം ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ഗുരുശുക്രന്മാരും കർമ്മസ്ഥാനത്ത് ശനിയും ലാഭസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് ആദിത്യനും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായി ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മഗുണം കുറയും. ബന്ധുക്കളുടെ വിരോധം ഉണ്ടാകാനിടയുണ്ട്. വസ്ത്രലാഭം, ഭയം, ദുഃഖം എന്നിവ പ്രതീക്ഷിക്കാം. ആരോഗ്യനില മെച്ചപ്പെടാനിടയുണ്ട്. പാപപ്രവൃത്തികൾ താൽപ്പര്യം വർദ്ധിക്കും. കലഹപ്രവണത ഒഴിവാക്കുക. മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും ഉണ്ടാകും. ധനനാശവും അലച്ചിലും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ധർമ്മശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് ശനി, കർമ്മസ്ഥാനത്ത് ചൊവ്വ, ലാഭസ്ഥാനത്ത് രവി, ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി ബുധൻ, വ്യയസ്ഥാനത്ത് ഗുരുശുക്രന്മാർ എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. സാമ്പത്തിക ക്ലേശം ഉണ്ടാകാനിടയുണ്ട്. വസ്ത്രാഭരണാദികൾ ലഭിക്കും. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. മധുരവാക്കുകളിലൂടെയുള്ള കാര്യസാധ്യം ഉണ്ടാകും. കുടുംബസുഖം പ്രതീക്ഷിക്കാം. ദുഷ്പ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കാം. മാനക്ഷയം, ഭയം, ദുഃഖം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. അനുഭവ ഗുണം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ധർമ്മശാസ്താപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ ശനി, ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ, കർമ്മസ്ഥാനത്ത് രവി, കർമ്മസ്ഥാനത്ത് ലാഭസ്ഥാനത്തുമായി ബുധൻ, ലാഭസ്ഥാനത്ത് ഗുരുശുക്രന്മാർ എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മപുരോഗതി ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. മൃഷ്ടാന്ന ലാഭം, മാനക്ഷയം, വസ്ത്രലാഭം, ഭയം എന്നിവ ഉണ്ടാകാം. കാര്യതടസ്സവും ധനക്ലേശവും ഉണ്ടാകാം. ശത്രുനാശവും കളത്രസുഖവും ഉണ്ടാകും. സന്താനഗുണവും സ്ഥാനപ്രാപ്തിയും പ്രതീക്ഷിക്കാം. ബന്ധുസമാഗമം, സന്തോഷം എന്നിവ ഉണ്ടാകും. ബന്ധുഗുണം കുറയും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ധർമ്മശാസ്താപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ ശനി, ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ, കർമ്മസ്ഥാനത്ത് രവി, കർമ്മസ്ഥാനത്ത് ലാഭസ്ഥാനത്തുമായി ബുധൻ, ലാഭസ്ഥാനത്ത് ഗുരുശുക്രന്മാർ എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മപുരോഗതി ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. മൃഷ്ടാന്ന ലാഭം, മാനക്ഷയം, വസ്ത്രലാഭം, ഭയം എന്നിവ ഉണ്ടാകാം. കാര്യതടസ്സവും ധനക്ലേശവും ഉണ്ടാകാം. ശത്രുനാശവും കളത്രസുഖവും ഉണ്ടാകും. സന്താനഗുണവും സ്ഥാനപ്രാപ്തിയും പ്രതീക്ഷിക്കാം. ബന്ധുസമാഗമം, സന്തോഷം എന്നിവ ഉണ്ടാകും. ബന്ധുഗുണം കുറയും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ധർമ്മശാസ്താപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്.
ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശനി, കളത്രസ്ഥാനത്ത് ചൊവ്വ, അഷ്ടമത്തിൽ രവി, അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ബുധൻ, ഭാഗ്യസ്ഥാനത്ത് ഗുരുശുക്രന്മാർ എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. എല്ലാവരോടും അകാരണമായി കലഹിക്കാനിടയുണ്ട്. സ്ത്രീകൾ നിമിത്തം വിഷമതകൾക്ക് സാധ്യത. ശയനസുഖം, മാനക്ഷയം, ബന്ധുസമാഗമം, അമിതമായ ചെലവ് എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ദാമ്പത്യ കലഹത്തിനും നയനരോഗങ്ങൾക്കും ഇടയുണ്ട്. സന്താനഗുണം, കാര്യവിജയം എന്നിവ അനുഭവപ്പെടും. ഭാഗ്യവർദ്ധനവ് ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. ശത്രുനാശവും രോഗശാന്തിയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം, അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനി, ശത്രുസ്ഥാനത്ത് കുജൻ, കളത്രസ്ഥാനത്ത് രവി, കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി ബുധൻ, അഷ്ടമത്തിൽ ഗുരുശുക്രന്മാർ എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. ദാമ്പത്യ സൗഖ്യവും സന്താനലാഭവും ഉണ്ടാകാം. അരിഷ്ടതയും ധനനഷ്ടവും ഉണ്ടാകാനിടയുണ്ട്. സ്വജനവിരോധവും ഉറക്കമില്ലായ്മയും അലട്ടും. ശത്രുക്കളുമായി രമ്യതയിലെത്തും. സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, അമിതമായ ചെലവ്, അപ്രതീക്ഷിത ഭാഗ്യം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ഉദരരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ധർമ്മശാസ്ത്ര പ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനി, പുത്രസ്ഥാനത്ത് കുജൻ, ശത്രുസ്ഥാനത്ത് രവി, ശത്രുസ്ഥാനത്ത് കളത്രസ്ഥാനത്തുമായി ബുധൻ, കളത്രസ്ഥാനത്ത് വ്യാഴ, ശുക്രന്മാർ എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുനാശവും ആഗ്രഹസാഫല്യവും ഉണ്ടാകും. ഭയം, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, അമിതമായ ചെലവ് എന്നിവ പ്രതീക്ഷിക്കാം. സന്താനഗുണം കുറയും. കലഹപ്രവണത ഉണ്ടാകും. ഭാഗ്യവർദ്ധനവും ഉന്നതസ്ഥാനപ്രാപ്തിയും ഉണ്ടാകും. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി യാത്ര പോകേണ്ടതായി വരും. ദാമ്പത്യ കലഹങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സുഖാനുഭവഹാനിയും ധനനഷ്ടവും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ധർമ്മശാസ്ത്ര പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനി, സുഖസ്ഥാനത്ത് കുജൻ, പുത്രസ്ഥാനത്ത് രവി, പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി ബുധൻ, ശത്രുസ്ഥാനത്ത് വ്യാഴ, ശുക്രന്മാർ എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. സഹോദര ഗുണവും നാൽക്കാലി ലാഭവും ഉണ്ടാകും. ശത്രുശല്യവും മനോദുഃഖവും ഉണ്ടാകാനിടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവേകശൂന്യമായ പെരുമാറ്റം ഒഴിവാക്കുക. ബന്ധുക്കളെ കൊണ്ട് ദുഃഖമുണ്ടാകാനിടയുണ്ട്. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സ്വാതന്ത്ര്യക്കുറവ്, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം എന്നിവ ഉണ്ടാകും. മനോവിഷമങ്ങൾ വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, ഗണപതി പ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തായി കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം, അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനി, സഹോദരസ്ഥാനത്ത് കുജൻ, സുഖസ്ഥാനത്ത് രവി, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി ബുധൻ, പുത്രസ്ഥാനത്ത് വ്യാഴ, ശുക്രന്മാർ എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യതടസ്സവും രോഗവർദ്ധനവും ഉണ്ടാകാനിടയുണ്ട്. മൃഷ്ടാന്ന ലാഭം, അഗ്നിഭയം, സ്വാതന്ത്ര്യക്കുറവ്, തൊഴിൽ പുരോഗതി എന്നിവ ഉണ്ടാകാം. ധനപരവും ശത്രുനാശവും ഉണ്ടാകാനിടയുണ്ട്. അനുഭവഗുണം വർദ്ധിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട്. ഗ്രഹവാഹനാദി സൗഖ്യമുണ്ടാകും. വാക്കുപിഴയും തന്മൂലം നഷ്ടങ്ങളും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ധർമ്മശാസ്ത്ര പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി, അവസാനപാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനി, ധനസ്ഥാനത്ത് കുജൻ, സഹോദരസ്ഥാനത്ത് രവി, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി ബുധൻ, സുഖസ്ഥാനത്ത് വ്യാഴവും ശുക്രനും എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. രോഗവും ധനനാശവും ഉണ്ടാകാം. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. സുഖഹാനി ഉണ്ടാകും. സഹോദരങ്ങളുമായി കലഹത്തിന് സാധ്യത. വിലപിടിപ്പുള്ള വസ്തുക്കളോ പണമോ നഷ്ടപ്പെടാനിടയുണ്ട്. ശത്രുനാശം, ശയനസുഖം, ആയുധം കൊണ്ട് മുറിവുപറ്റൽ, ഭയം എന്നിവ ഉണ്ടാകാം. ഗ്രഹം മൂടി പിടിപ്പിക്കാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ധർമ്മശാസ്ത്ര പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക.